الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തഖ്വയുള്ള ദാസന്മാരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകളെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുന്ന, കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർഭയത്വവും സമാധാനവുമുള്ള നാട് എന്നത് പടച്ചറബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നത് കാണുവാൻ സാധിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം തൻ്റെ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, അള്ളാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ എന്നാണ് ആ പ്രാർത്ഥന. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന പ്രാർത്ഥന കൂടി അതിലുണ്ട്.
നാട്ടിൽ നിർഭയത്വമുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദീനനുസരിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുക. അള്ളാഹു നമ്മളോട് നിഷ്കർഷിച്ച ദീനിന്റെ നിയമശാസനകൾ അനുസരിക്കുവാനും ഇബാദത്തുകൾ നിർഭയരായി നിർവഹിക്കുവാനുമൊക്കെ സാധിക്കണമെങ്കിൽ നാം ജീവിക്കുന്ന നാടും പരിസരങ്ങളും സമാധാനവും സ്വസ്ഥതയും ഉള്ളതായിരിക്കണം. നമ്മുടെ മുമ്പിലെ ഏറ്റവും ജീവിക്കുന്ന ലൈവായി നിൽക്കുന്ന ഒരു ഉദാഹരണമാണ് ഫലസ്തീൻ. അവർക്ക് ഇതുപോലെ ജുമാഅത്ത് സംഘടിക്കുവാനും ജമാഅത്ത് നടത്തുവാനും ഒക്കെ എത്ര കണ്ട് പരിമിതികളും പ്രയാസങ്ങളും ഉണ്ട് എന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ പറയാറുണ്ട്, ചുമരുണ്ടായാലേ ചിത്രം വരയ്ക്കാനാകൂ. നമ്മുടെ നാട് നിർഭയത്വത്തോടുകൂടി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നമുക്കിവിടെ ജീവിക്കുവാനും അതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രചരണത്തിനും പ്രവർത്തനങ്ങൾക്കുമൊക്കെ സാധിക്കുകയുള്ളൂ. ഈ അനുഗ്രഹത്തിന്റെ വിലയറിഞ്ഞുകൊണ്ട് പടച്ചറബിനോട് നന്ദി കാണിക്കുവാൻ നമ്മളേറെ ബാധ്യസ്ഥരാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും പടച്ചറബിന്റെ അനുഗ്രഹം എന്ന നിലയിൽ നമുക്ക് നിലനിന്ന് കിട്ടുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ ഉണർത്തിയതുപോലെ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, ഇനി അതല്ല നന്ദികേട് കാണിക്കുവാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എന്റെ ശിക്ഷ അതികഠിനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന താക്കീതോടുകൂടിയാണ് സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം അവസാനിക്കുന്നത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ കഫർതുമുൻ നിഅമ വസതർതുമൂഹ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയും അതിനെ മറച്ചുവെക്കുകയും ചെയ്താൽ, വജഹത്തുമൂഹ, അതിനെ നിങ്ങൾ വിലവെക്കാതെ പുച്ഛമായി തള്ളി അവഗണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് എന്നത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വദാലിക ബിസൽബിഹാ അൻഹും, അത് എങ്ങനെയായിരിക്കും? അള്ളാഹു നൽകിയ അനുഗ്രഹം പിൻവലിച്ചുകൊണ്ടായിരിക്കും. വഇഖാബിഹി ഇയ്യാഹും അലാ കുഫ്രിഹ, നിഷേധത്തിനും നന്ദികേടിനുമെല്ലാം അള്ളാഹു അവർക്ക് നേരെ ശിക്ഷ അയച്ചുകൊണ്ടുമായിരിക്കും എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്, ഇന്നൽ അബ്ദ ലയുഹറമു റിസ്ഖ ബിദ്ദംബി യുസീബുഹു, ഒരു അടിമക്ക് അള്ളാഹു ചിലപ്പോൾ റിസ്ക് നിഷേധിക്കും, തടയും, അയാൾ ചെയ്യുന്ന തോന്നിവാസത്തിന്റെയും തിന്മയുടെയും തെറ്റുകളുടെയും ഫലമായിക്കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് അനുകൂലമായൊരു സാഹചര്യം എന്ന് മനസ്സിലാക്കി അതിന്റെ ദീനിയായ കടമകളും ഉത്തരവാദിത്തങ്ങളും മറക്കാതെ കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബാദത്തുകളുടെ വിഷയത്തിൽ, ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ദഅവത്തിന്റെ വിഷയത്തിൽ നമ്മൾ സ്വയം ദീൻ പഠിക്കുവാൻ തയ്യാറാകണമെന്നുള്ള കാര്യത്തിൽ, മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ബോധപൂർവം സൃഷ്ടിക്കണമെന്നുള്ള കാര്യത്തിൽ എല്ലാം ഈ അനുഗ്രഹം നൽകിയ റബ്ബിനോടുള്ള നന്ദിയുടെ ഭാഗമാണ്. എന്നാൽ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളത് ആലോചിച്ചു നോക്കൂ. നമുക്ക് ജുമുഅക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കാത്ത അവസ്ഥ, ജമാഅത്ത് നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, എന്തിനേറെ ഉറക്കെ ബാങ്ക് വിളിക്കുവാൻ പോലും പറ്റില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലെല്ലാം വരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ രാജ്യം അത്തരമൊരു പ്രതിസന്ധിയുടെ വക്കിലാണ് എന്നുള്ളത് ലോകമാധ്യമങ്ങളെ മാത്രമല്ല നമ്മുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്നൊക്കെ കേൾക്കുന്നത് പോലും വലിയ അറപ്പും വെറുപ്പും തോന്നിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ബോധപൂർവം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമോഫോബിയ എന്ന പേരിൽ വളരെ ആസൂത്രിതമായി ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കസേരകൾ ഉറപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രത്യേകമായ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് താടിയും തലപ്പാവും നിസ്കാരത്തയമ്പും ഒക്കെ ഭീതിയുടെ ചിഹ്നങ്ങളാക്കി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടുത്ത നമ്മുടെ പരിസരത്തുള്ള ഒരു ഉദാഹരണമായിരുന്നു കളമശ്ശേരിയിൽ നടന്ന ബോംബ് സ്ഫോടനം. അതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വാർത്ത നമ്മൾ ആ ദിവസങ്ങളിൽ വായിക്കുകയുണ്ടായി. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അയാൾക്ക് താടിയുണ്ട്, തലപ്പാവുണ്ട്, നിസ്കാരത്തയമ്പുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം. പടച്ചറബിന്റെ വലിയ ഒരു കാരുണ്യം കൊണ്ട് അതിന്റെ കുറ്റവാളി ആ തെറ്റ് ഏറ്റുപറഞ്ഞ്
അയാൾ അത് പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യവും പരിസരങ്ങളുമൊക്കെ ഏതു കോലത്തിൽ കത്തിപ്പടരുമായിരുന്നു എന്നത് നമുക്ക് ആലോചിക്കാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഒരു വലിയ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും പരിസരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാൻ, ഈ രാജ്യം നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൗതികമായി നമുക്ക് ചെയ്യാവുന്നതൊക്കെയും നമ്മൾ ചെയ്യണം. രണ്ട്, ആത്മീയമായി നമുക്ക് ചെയ്യാവുന്നത് പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായി മടങ്ങുവാനും നിഷ്കളങ്കമായി റബ്ബിനോട് ദുആ ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഭൗതികമായി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത്, മതേതര മനസ്സുള്ള, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശത്രുവായി കാണാത്ത എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഫാസിസത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പൊതുശത്രുവാണ് എന്നുള്ള കാര്യം മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് അവർ സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കി അവരുടെ കസേര ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ഈ രാജ്യത്തിന്റെ അവസ്ഥ പരിശോധിക്കുന്ന ആർക്കും പച്ചക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. വിലവർധന അത് മുസൽമാനെ മാത്രം ബാധിക്കുന്ന സംഗതിയല്ല. അതേപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ, എത്രയോ ആളുകൾ, കർഷകർ മാസങ്ങളോളം സമരം ചെയ്തിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടുവാൻ ഈ നാട്ടിലെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നത്. അതേപോലെ സാമ്പത്തിക തകർച്ച, ഇന്ത്യയുടെ മൂല്യം, ഇന്ത്യയുടെ സമ്പത്തിന്റെ ഘടനയും അവസ്ഥയും എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഗൗരവതരമായ രാജ്യത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ ബോധപൂർവം കണ്ണടച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും വേർതിരിച്ച് ഈ രാജ്യത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ ശത്രുക്കളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, ഇന്ത്യ ഇതുവരെയും പുലർത്തിപ്പോന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിലെ ഏകത്വം, ഇതിലെ വൈവിധ്യങ്ങളുടെ ആ സമന്വയമാണ് രാജ്യത്തിന്റെ സൗന്ദര്യം എന്നുള്ള തിരിച്ചറിവ്. അത് നമ്മൾ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ബഹുസ്വരതയെ ഉൾക്കൊള്ളുവാൻ തയ്യാറല്ലാത്ത ആളുകളാണ് ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും പൗരന്മാർക്കിടയിൽ മതിൽ കെട്ടി വേർതിരിച്ചു നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രനായകന്മാരെയും ഭരണഘടനയെയും അവഹേളിക്കുന്ന ആളുകളാണവർ. ഭരണഘടനയുടെ അവകാശങ്ങൾ, ഓരോ പൗരനും അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ നാടും നമ്മുടെ ഭരണഘടനയും നമുക്ക് വകവച്ച് നൽകുന്നുണ്ട് എങ്കിൽ അതിനെയൊന്നും പരിഗണിക്കാത്ത, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് പോരാടിയ രാഷ്ട്രനായകന്മാരെ അവഹേളിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഇവർ എന്ന് തിരിച്ചറിയുമ്പോൾ ഫാസിസത്തെ ഒറ്റപ്പെടുത്തുവാൻ ഏതൊരു ഭാരതീയനും ഏതൊരു ഇന്ത്യക്കാരനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ രക്ഷിക്കാൻ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെയുള്ള അതേ തന്ത്രമാണ് ഇന്നും ഇവരും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രം. മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഇങ്ങനെ പൗരന്മാരെ തട്ടുകളാക്കി വേലികെട്ടി തിരിച്ച് അവർ ക്രൂരമായി ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്ത്യക്കാർ ഒരുമിച്ച് ഉണർന്ന് പ്രവർത്തിച്ചാൽ കേവലം 35 അല്ലെങ്കിൽ 39% മാത്രം വോട്ട് നേടിയ ആളുകളാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ 60ഉം 61ഉം 65ഉം ഒക്കെ ശതമാനം ആളുകൾ ഇതിന്റെ പുറത്തുണ്ട്. ഇന്ത്യക്കാരൊന്നിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളെയും ഫാസിസത്തെയും ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുവാൻ, തുടച്ചു നീക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വൈകാരികതകൾക്കപ്പുറം വിവേകത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമതായി നമുക്ക് ചെയ്യുവാനുള്ളത് ബാലറ്റ് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുക എന്നതാണ്. എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. അതുപോലെയുള്ള കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പോർമുഖത്താണ് ഞാനുള്ളത് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇന്ത്യയെ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ
ഞാൻ അതിന്റെ മുൻപന്തിയിലും ഉണ്ടാകും എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. വെള്ളിയാഴ്ചയാണല്ലോ വോട്ട്, ജുമാഅ നടക്കുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? ജുമാഅയേക്കാൾ വലുതാണോ ഈ തെരഞ്ഞെടുപ്പ്? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് ആരും തീരുമാനിക്കേണ്ടതില്ല. നമ്മൾ തീർച്ചയായും വെള്ളിയാഴ്ചയാണ് എങ്കിലും എന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ നിർഭയത്വത്തോടുകൂടി ഈ നാട് നിലനിന്നാൽ മാത്രമാണ് എനിക്ക് ഇനിയുമുള്ള ജുമാഅകൾ പങ്കെടുക്കുവാനും പടച്ചറബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ചയാണെങ്കിലും മുസ്ലിം സമുദായത്തിലെ ഒരൊറ്റ വോട്ട് പോലും ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. സമയം ക്രമീകരിച്ച് ജുമാ നഷ്ടപ്പെടാതെ വോട്ടും നഷ്ടപ്പെടാതെ ചെയ്യുവാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം ആത്മീയമായി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന സംഗതിയാണ് ദുആ. അത് നിസ്സാരമായ സംഗതിയല്ല. ആളുകൾക്ക് തോന്നും ചിലപ്പോൾ എന്ത് കാര്യം നമ്മൾ ദുആ ചെയ്തിട്ട് അതിന് മാത്രമുള്ള കുതന്ത്രങ്ങളും പ്ലാനും പദ്ധതികളും ഒക്കെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നിരാശയുടെയും സങ്കടത്തിന്റെയും നെഗറ്റീവായ മെസ്സേജുകൾ നൽകുന്ന ആളുകൾ ഒരിക്കലും ഗുണകരമായ ഒരു ചിന്തയോ ഒരു ഇടപെടലോ അല്ല നടത്തുന്നത്. മറിച്ച് ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുവാൻ സന്നദ്ധരാണെങ്കിൽ ആ ദുആ കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. നമ്മെ സൃഷ്ടിച്ച പടച്ചിറപ്പിൽ തവക്കുലാക്കിക്കൊണ്ട് ആ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ മുന്നിട്ടിറങ്ങുവാൻ സാധിച്ചാൽ തീർച്ചയായും അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? എല്ലാവരും, രാജ്യവും ഭരണാധികാരിയും നാട്ടുകാരും എല്ലാവരും എതിർ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിലുള്ള പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുവാൻ അവൻ പര്യാപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. കരിച്ചു കളയുക എന്ന പ്രകൃതിപരമായ നിയമവ്യവസ്ഥയെ പോലും അള്ളാഹു മാറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ. ഒരു തണുപ്പുള്ള എയർ കണ്ടീഷൻ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ആളുകൾ നോക്കി നിൽക്കെ അത്ഭുതപ്പെടുമാറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ തീ തണുപ്പും സുരക്ഷയുമായി മാറി എന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവ എന്ന ഏറ്റവും വലിയ ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായ ഭരണാധികാരിയുടെ നാട്ടിൽ അവരെ തുടച്ചു മാറ്റാൻ വേണ്ടി ഉന്മൂലനാശം വരുത്താൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സൈന്യങ്ങളും സന്നാഹങ്ങളുമായി പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ബനൂ ഇസ്രായേലിനുടെയും മുമ്പിൽ വിശാലമായി കിടക്കുന്ന ചെങ്കടലാണ് കാണുവാൻ സാധിക്കുന്നത്. പിന്നിലാണെങ്കിലോ അവരെ തേടി വന്നിട്ടുള്ള ഫറോവയും ഫിർഔനിന്റെ പട്ടാളക്കാരും. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഇപ്പോൾ നമ്മൾ പിടിക്കപ്പെടും, നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കും, ഈ ഭൂമുഖത്ത് നിന്ന് ഇസ്രായേൽ സമൂഹത്തെ തുടച്ചു മാറ്റും എന്ന നിരാശയുടെ സങ്കടത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല, ഒരിക്കലുമില്ല, തീർച്ചയായും എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും. ഇങ്ങനെ പടച്ച റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, റബ്ബിൽ തവക്കുലാക്കി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുണ്ടായി? ആ ചെങ്കടലിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു വഴി അള്ളാഹു രൂപപ്പെടുത്തി കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുവാൻ പറഞ്ഞു. ആ സമുദ്രം രണ്ട് ഭാഗത്തേക്ക് മല പോലെ മാറി നിന്നു. ഉണങ്ങിയ ഒരു നല്ല വഴി ഉണ്ടാവുകയും അതിലൂടെ അവർ കടന്നു പോവുകയും ചെയ്ത ചരിത്രം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും വ്യത്യസ്തമല്ല. കടലിനടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിലേക്ക് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടിയപ്പോൾ ആ കടലിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രക്ഷകനായി അള്ളാഹു മാറിയെങ്കിൽ തീർച്ചയായും ആ പടച്ച റബ്ബിനോടാണ് നമുക്ക് തേടാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല. ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യണം. ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ഖുൽ, പറയൂ പ്രവാചകരെ, വിശ്വാസികളെ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, ആധിപത്യങ്ങളുടെ അധിപനായ അല്ലാഹുവേ,
എല്ലാവിധ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ഉടമയായ പടച്ചറബിനോട് പറയുകയാണ്, തുഅത്തിൽ മുൽക മൻ തശാ, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യവും അധികാരവും നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ അധികാരം അഴിച്ചു മാറ്റുന്നു, നീ അവരിൽ നിന്ന് അധികാരം നീ എടുത്തു നീക്കുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ്സും അഭിമാനവും ഇസ്സത്തും നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദരും അധസ്ഥിതരുമാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈകളിലാണ് എല്ലാ നന്മയും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിനക്ക് എല്ലാത്തിനും കഴിയും പടച്ചവനെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അവിടെയും പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഫഹുസൂലുൽ മുൽക്കി വനസ്ഉഹു, ആധിപത്യവും അധികാരവും ഒക്കെ കിട്ടലും പോകലും തബഉൻ ലിമശീഅത്തില്ലാഹി തആല, പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ് നടക്കുന്നത്. വലാ യുനാഫി ദാലിക മാ അജറല്ലാഹു ബിഹി സുന്നതഹു മിനൽ അസ്ബാബിൽ ഖൗനിയ്യ വശർഇയ്യ. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്നാലും ധരിക്കേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ച മതപരമായ ശർഇയായ ചില അസ്ബാബുകൾ, നിമിത്തങ്ങളുണ്ട്. കൗനിയായ പ്രാപഞ്ചികമായ ഭൗതികമായ ചില വ്യവസ്ഥകളും സംവിധാനങ്ങളുമുണ്ട്. അത് രണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പടച്ചറബിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായും അള്ളാഹു നമുക്ക് നൽകും നിർഭയത്വവും സമാധാനവും ഒക്കെ. അതാണ് അൽ ഈമാനു വൽ അമലു സ്വാലിഹ്. പടച്ചറബ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിലൊക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് സമീപിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ കൂടെ ആത്മാർത്ഥമായ ദുആയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നിർഭയത്വവും സമാധാനവുമുള്ള അധികാരവും സ്വാധീനവുമുള്ള ഒരു പരിസരം സൃഷ്ടിക്കുവാനുള്ള മാർഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇജ്തിമാഉൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ പരമാവധി ഐക്യപ്പെട്ട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം ഭിന്നിച്ച് കടിച്ചു കീറി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വസ്വബർ, അതേപോലെ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് സാധിക്കണം. വഅദമു തനാസു, അനാവശ്യമായ തർക്കങ്ങളിലും വിവാദങ്ങളിലും ഏർപ്പെട്ട് നമ്മുടെ ആ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തെ തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചിലർക്കെങ്കിലും തോന്നും, ഇവിടെ ആര് വന്നാലും ആര് ഭരിച്ചാലും ആര് പോയാലും ഒരു ഇസ്ലാമിക ഭരണമൊന്നുമല്ലല്ലോ വരാൻ പോകുന്നത്, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ആളുകളോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് അതിന് പ്രേരിപ്പിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏകാധിപത്യം പോയി ജനാധിപത്യം വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിക്കാനില്ല. അത് കേവലം വെളുത്ത വിഗ്രഹത്തെ മാറ്റി കറുത്ത വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ്. ലാത്ത പോയി മനാത്ത വന്നതിന് തുല്യമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ല കാര്യങ്ങൾ. അത്തരം ചിന്താഗതികൾ ആത്മഹത്യാപരമാണ്. ആ ചിന്തയും നിലപാടും മുസ്ലിം ഇന്ത്യയിലെ നമ്മുടെ ഓരോരുത്തരുടെയും അസ്തിത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോൾ പ്രവാചകന്റെ സ്വന്തം നാട്ടിൽ ദീൻ പ്രബോധനം ചെയ്തുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ പൊറുതിമുട്ടിയ സ്വഹാബത്ത് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഖബ്ബാബിന്റെയും ബിലാലിന്റെയും സുമയ്യയുടെയും യാസറിന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ നമുക്കൊക്കെ ചരിത്രം അറിയുന്ന സംഗതിയാണ്. ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിന് അബീസീനിയയിലേക്ക് പോകുവാൻ അനുവാദം നൽകി അവരെ പറഞ്ഞയച്ചു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ ഇസ്ലാമിക ഭരണമുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ പ്രവാചകൻ അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? ഒരിക്കലുമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഫീഹാ മലിക ലാ യുളമു ഇൻദഹു അഹദ്. അവിടെ ഒരു രാജാവുണ്ട്, ഒരു ഭരണാധികാരിയുണ്ട്. അയാൾ ക്രിസ്ത്യാനിയാണ്. ആ കാലഘട്ടത്തിൽ ലാ യുളമു ഇൻദഹു അഹദ്, അയാളുടെ അടുക്കൽ ആരോടും തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല, അക്രമം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഫൽഹിഖൂ ബിബിലാദിഹി, ആ നല്ല മനുഷ്യന്റെ ഭരണപ്രദേശത്തേക്ക്, ആ നാട്ടിലേക്ക് നിങ്ങൾ ചേക്കേറിക്കൊള്ളുക. ഹത്താ യജ്അലല്ലാഹു ലക്കും ഫറജൻ വമഖറജ,
അള്ളാഹു നിങ്ങൾക്കൊരു തുറവിയും ആശ്വാസവും ഉണ്ടാക്കി തരുന്നത് വരെയും മിമ്മാ അൻതും ഫീഹി, നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയുവാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്, അവിടേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് സഹോദരങ്ങളെ നമുക്കും ഈ സമൂഹത്തോട് ഇത് വിളിച്ചു പറയുവാനുള്ള പ്രേരണ. അതുകൊണ്ട് ഇവിടെ ഫാസിസം ഭരണം കൈയാളുന്നത് ഇല്ലാതെയാക്കാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കുകയും നമ്മുടെ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ആത്മാർത്ഥമായി പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് ദുആ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നിർഭയത്വമുള്ള ഒരു നാടും ഭാവിയും നമുക്ക് നിലനിർത്തി തന്ന് നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സന്തോഷവും സമാധാനവും നിറഞ്ഞ സാഹചര്യം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഉണർത്തിയതുപോലെ ഈ രാജ്യം വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിച്ചു പോകുന്നൊരു സംഗതി, ഇന്ന് ഭരണം നടത്തുന്ന ആളുകൾ കേവലം 2 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ആളുകളാണ് എന്നും, എന്നാൽ ഇപ്പോൾ അവരെല്ലാ അർത്ഥത്തിലും കൈയടക്കി വച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള സ്വേച്ഛാധിപത്യ രീതിയിലേക്ക് കാര്യങ്ങൾ ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു പുനഃപരിശോധനക്ക് നാം വിധേയമാക്കേണ്ടതുണ്ട്. ഗൗരവതരമായി നമ്മൾ അതിനെ ചിന്തിക്കുവാനും നമുക്കെന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ബോധപൂർവം തിരുത്തുവാനും മുസ്ലിം സമൂഹം ഒന്നടങ്കം, മുസ്ലിങ്ങൾ മാത്രമല്ല ന്യൂനപക്ഷം എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. പൊതുവിൽ ഇങ്ങനെ ഒരു കാര്യം പറയപ്പെടാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലെങ്കിലും, കമാ തകൂനൂന യുവല്ലാ അലൈക്കും, നിങ്ങൾ എങ്ങനെയാണോ അതേപോലെയായിരിക്കും നിങ്ങൾക്ക് മേൽ ആധിപത്യവും അധികാരവും നൽകപ്പെടുന്ന ആളുകൾ. നിങ്ങൾ നല്ല ആളുകൾ, സത്യവിശ്വാസികളും സൽസ്വഭാവികളും നീതിയും കാരുണ്യവും സഹിഷ്ണുതയും ഒക്കെയുള്ള നല്ലവരാണെങ്കിൽ നല്ല ഭരണാധികാരികൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. അതല്ല, നിങ്ങൾ തോന്നിവാസികളാണെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒന്നും ചെവി കൊടുക്കാത്ത ആളുകളാണെങ്കിലോ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും എന്നാണ് പൊതുവിൽ പറയപ്പെടാറുള്ളൊരു സംഗതി. പരിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 129-ാമത്തെ ആയത്തിലും അതേ രൂപത്തിലുള്ള ഒരു ആശയം നമുക്ക് ആയത്തിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അക്രമികളിൽപ്പെട്ട ചില ആളുകൾക്ക്, അക്രമികളിൽ നിന്ന് തന്നെയുള്ള ചില ആളുകൾക്ക് അധികാരം നൽകി അള്ളാഹു അവരോധിക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി എന്നാണ്. അപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ, ഇന്ത്യൻ മുസൽമാൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളോ തകരാറുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമതായി ഉണർത്തുവാനുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിശ്വാസികളായ നമുക്ക് വലിയൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് പലപ്പോഴും ആവർത്തിച്ച ഒരു വാഗ്ദാനം, സംഭവിച്ചൊരു സംഗതി, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ വഅദുണ്ട്, വാഗ്ദാനമുണ്ട്. ഭൂമിയിൽ അള്ളാഹു അവർക്ക് ആധിപത്യവും അധികാരവും നൽകുമെന്ന്. അവർക്ക് മുമ്പുള്ളവർക്ക് അള്ളാഹു അധികാരം നൽകിയതുപോലെ അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ഇസ്ലാം, അത് അനുസരിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ പറ്റുന്ന രീതിയിൽ നിർഭയത്വവും സൗകര്യവും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള വാഗ്ദാനം.
വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഭീതിക്ക് ശേഷം നിർഭയത്വം, സമാധാനം അല്ലാഹു പകരം നൽകും എന്നുള്ള പടച്ചറബിന്റെ വാഗ്ദാനം. എന്താണ് കണ്ടീഷൻ? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ആത്യന്തികമായി ഒന്നാമതായി പടച്ചറബിൽ പ്രതീക്ഷയർപ്പിച്ച് റബ്ബിനെ മാത്രം അഭയമായി ആശ്രയമായി കണ്ട് റബ്ബിനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പടച്ചവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളായി മാറണം. ലാ യുശ്രികൂന ബി ശൈആ. അള്ളാഹുവിൽ, പടച്ചറബിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. അല്ല കാണുന്നത് പോലെ ഇന്ന ആളുകളൊക്കെ കാണും, അല്ല കേൾക്കുന്നത് പോലെ ഇന്ന ആളുകളൊക്കെ കേൾക്കും, അല്ല സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ ഇന്ന ആളുകളൊക്കെയുണ്ട് എന്നുള്ള തലതിരിഞ്ഞ വിശ്വാസം പിഴുതെറിഞ്ഞ് അല്ല പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചൊല്ലിത്തന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം നെഞ്ചിലുറപ്പിച്ച് ആ വിശ്വാസം പ്രഖ്യാപിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ല പാലിക്കും. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് ബാധ്യതയായി, നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ല പറഞ്ഞതാണ്. അതുകൊണ്ട് നാം ആ വിശ്വാസികളായി പടച്ചറബിന്റെ സഹായത്തിനും അള്ളാഹുവിന്റെ പിന്തുണക്കും അർഹത നേടുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈമാനിലൂടെയും അമലു സ്വാലിഹാത്തിലൂടെയും നാം അത് ആർജിച്ചാൽ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്ന ആളുകൾ. നിങ്ങളെ വെല്ലാൻ, നിങ്ങളെ അതിജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് വിവേകത്തോടുകൂടി ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അത് മറികടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വൈകാരികതകൾക്കപ്പുറം അതൊരിക്കലും പരിഹാരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തിന്റെ വഴി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷയുള്ള, നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് പോലെ ഇന്ത്യ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് വരുന്ന വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ. ആ ഇലക്ഷന്റെ സന്ദർഭത്തിൽ നമ്മളൊക്കെയും വോട്ടുള്ള എല്ലാവരും ആ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കുടുംബത്തിലെ കുടുംബനാഥന്മാർ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അത് വിനിയോഗിക്കണം. അതേപോലെ ആത്മാർത്ഥമായി നമസ്കാര ശേഷവും തഹജ്ജുദിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ നാട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നാളെയുമാകാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ നാട്ടിൽ കഴിയാൻ, ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരു മുസൽമാൻ എന്നുള്ള അഭിമാനത്തോടുകൂടി നമുക്കിവിടെ കഴിയാൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭീതിയും അകറ്റി നമുക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിനെ ശരിയായ രൂപത്തിൽ തിരിച്ചു പിടിക്കുവാൻ നമുക്കും ആ രീതിയിലുള്ള മനസ്സുള്ള എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി ആദരിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ ഒരു പ്രാർത്ഥനാ ശകലം ഇങ്ങനെ തന്നെ കാണുവാൻ സാധിക്കും. വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആരെയും നീ ഞങ്ങൾക്ക് മേൽ അധികാരം നൽകി അവരോധിക്കരുതേ എന്ന പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്കുമേൽ ആധിപത്യം നൽകുന്ന ആളുകൾക്ക് നമ്മളോട് കരുണയും കനിവുമുള്ള ആളുകളാക്കാൻ ആയിത്തീരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ മഴയില്ലാതെ നമ്മൾ വിഷമിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ നമ്മുടെയൊക്കെ പലരും അവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. മഴയുടെ ദുരന്തം അവർ അനുഭവിച്ച കാഴ്ചയും നമ്മൾ കണ്ടു. മഴയില്ലാത്ത നമുക്ക് അല്ലാഹു മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയുടെ കെടുതിയിൽ പ്രയാസപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിലെ സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസവും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാവരെയും അല്ലാഹു സഹായിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.
അല്ലാഹു അക്ബർ.